നമുക്കിന്ന് വൃക്കരോഗങ്ങൾ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, എങ്ങനെ അത് കണ്ടുപിടിക്കാം, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ചികിത്സാ വിധികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പലപ്പോഴും വൃക്കരോഗം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഒരു രോഗിക്ക് വൃക്കരോഗം ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടുമ്പോൾ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയ്യോ നിനക്ക് വൃക്കരോഗമായോ, അയ്യോ ഇനിയും ചികിത്സയൊന്നും ഇല്ലല്ലോ, അയ്യോ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു സംസാരമാണ് സാധാരണ ഉണ്ടാകുന്നത്. എന്നാൽ അത് തെറ്റായ ഒരു കാര്യമാണ്. മറ്റ് അസുഖങ്ങളെ പോലെ തന്നെ വൃക്കരോഗം നേരത്തെ കണ്ടുപിടിക്കാനും അതിൻ്റെ ചികിത്സ ചെയ്യുവാനും രോഗം മോശപ്പെടാതെ നോക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇനി അഥവാ മോശപ്പെട്ടു പോയാൽ തന്നെ രോഗിയുടെ ജീവൻ നിലനിർത്തുന്ന രീതിയിലും നല്ലൊരു ജീവിതം നയിക്കുന്ന രീതിയിലും കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നതാണ്. വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കാലിൽ വരുന്ന നീരാണ് ആദ്യത്തെ ലക്ഷണം. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ പതഞ്ഞു വരിക. ഈ 2 ലക്ഷണങ്ങളാണ് വൃക്കരോഗത്തിന് പ്രധാനമായും കാണുന്നത്. കാലിലെ നീര് തുടർന്ന് മുഖത്തും വയറിലും വരിക, മൂത്രം ഒഴിക്കുമ്പോൾ പതഞ്ഞു വരിക, മൂത്രത്തിൽ രക്തം വരിക, മൂത്രത്തിൽ കൂടി കല്ല് പോവുക, ഇതൊക്കെയാണ് ആദ്യത്തെ ലക്ഷണങ്ങൾ. പിന്നെ വൃക്കരോഗം മൂർച്ഛിക്കുമ്പോഴുള്ള ലക്ഷണങ്ങളാണ് ശ്വാസം മുട്ടുണ്ടാവുക, ദേഹം മൊത്തം നീരാവുക, എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാവുക, ഹീമോഗ്ലോബിൻ കുറയുക, ചൊറിച്ചിലുണ്ടാവുക തുടങ്ങിയവ. പിന്നെ ഈ ചെറുപ്പക്കാരായ പേഷ്യൻറ്റുമാരിൽ രക്തസമ്മർദ്ദം ആദ്യമായിട്ട് BP കൂടിയാണെങ്കിൽ ഒരു 30-35 വയസ്സുള്ള ഒരാൾക്ക് BP കൂടി, അങ്ങനെയാണെങ്കിൽ BP കൂടെയുള്ള പല കാരണങ്ങളിലൊന്ന് വൃക്കയ്ക്കുണ്ടാകുന്ന അസുഖമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോക്കേണ്ടത്. ഇനി എങ്ങനെ വൃക്കരോഗം കണ്ടുപിടിക്കാം? ഈ ലക്ഷണങ്ങൾ കാണുകയോ ആദ്യമായിട്ട് BP ഉയർന്ന് കാണുകയോ ഇങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അടുത്തുള്ളൊരു ഡോക്ടറെ സമീപിച്ച് അടുത്തുള്ള ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫിസിഷ്യനെ കണ്ട് കാര്യം പറയുമ്പം തന്നെ അദ്ദേഹം ആ ടെസ്റ്റുകൾ ചെയ്യുന്നതാണ്. സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകൾ സെറം ക്രിയാറ്റിൻ എന്നൊരു ടെസ്റ്റാണ്. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് കിഡ്നിയുടെ പ്രവർത്തനം അളക്കുന്നൊരു ടെസ്റ്റാണ്. അത് നോർമൽ 1 അത് കൂടുമ്പോൾ കിഡ്നിക്ക് അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ മൂത്രം പരിശോധിച്ച് നോക്കാം. മൂത്രത്തിൽ പ്രോട്ടീൻ ഉണ്ടോ, ബ്ലഡ് ഉണ്ടോ എന്നെല്ലാം നോക്കും. മൂത്രത്തിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിലും ബ്ലഡൊക്കെ ഉണ്ടെങ്കിലും കിഡ്നിക്ക് അസുഖം ഉണ്ടെന്നാണ് അർത്ഥം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും, കിഡ്നിക്ക് തടസ്സം വല്ലതും ഉണ്ടോ എന്നുള്ളത്. ഇത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ കിഡ്നിക്ക് അസുഖം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവും. കിഡ്നിക്ക് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള വൃക്കരോഗ വിദഗ്ധനെ കാണിച്ച് ബാക്കി ചികിത്സകൾ ചെയ്യേണ്ടതാണ്. അതിന് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് ടെസ്റ്റിൽ തന്നെ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വൃക്കയുടെ അസുഖം കുറച്ചൊക്കെ മനസ്സിലാവും. പക്ഷേ വൃക്കയുടെ അസുഖം പ്രധാനമായും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും കേസുകളിൽ കിഡ്നി കുത്തി പരിശോധിക്കേണ്ടി വരും. കിഡ്നി ബയോപ്സി എന്ന് പറയും. അത് തിയേറ്ററിൽ വെച്ചൊന്നുമല്ല, സാധാരണ പോലെ ഒരു പ്രൊസീജിയറാണ്. ഒരു കിഡ്നിയിലൊരു ബയോപ്സി എടുത്ത് ഒരു കുഞ്ഞൊരു നഖത്തിൻ്റെ അത്രയുള്ള ഇതെടുത്ത് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴത്തേക്കും കിഡ്നിയുടെ അസുഖം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കിഡ്നിയുടെ അസുഖം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്രത്യേക ചികിത്സകൾ ചെയ്യുമ്പോൾ ആ അസുഖത്തെ ചില അസുഖങ്ങൾ മുഴുവനായിട്ട് മാറ്റാനും ചില അസുഖങ്ങൾ മുഴുവനായിട്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ മോശപ്പെടുന്നതിനെ തടയാൻ നമുക്ക് സാധിക്കും. ഇനി ഇത് വൃക്കകൾക്ക് മാത്രം വരുന്ന അസുഖങ്ങൾ. ഇനി ശരീരത്തിനെ ബാധിക്കുന്ന മറ്റ് പല അസുഖങ്ങളും വൃക്കയെ ബാധിക്കും. അതായത് SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തോമാറ്റോസിസ്, പല വാസ്കുലൈറ്റിസ്, അങ്ങനെ പല അസുഖങ്ങളും. അതിന് നമ്മൾ അസുഖം കണ്ടുപിടിച്ച് ആ അസുഖത്തെ ചികിത്സിക്കുമ്പോൾ കിഡ്നി നമുക്ക് രക്ഷിക്കാൻ പറ്റും. പിന്നെ കൂടുതൽ വൃക്കരോഗങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ്. അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പ്രമേഹവും രക്താതിസമ്മർദ്ദവും കാരണമാണ്. ഇത് കാരണം വൃക്കയ്ക്ക് രോഗം ഉണ്ടാകുമ്പോൾ ചികിത്സ എന്ന് പറയുന്നത് ആ അസുഖത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഷുഗറിനെ നിയന്ത്രിക്കുക, BP നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ ആരോഗ്യകരമായ ജീവിതശൈലി കൂടി ഈ അസുഖങ്ങൾ വരാതിരുന്നാലും വൃക്കയുടെ അസുഖം നമുക്ക് വരാതിരിക്കാൻ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല, കഷ്ടകാലത്തിൽ ഒന്നും അറിഞ്ഞില്ല, അവസാനം പലപ്പോഴും നമ്മൾ ചെറുപ്പക്കാരായ പല പേഷ്യൻസും ഒരു തലചുറ്റലോ തലവേദനയായിട്ട് നമ്മൾ കാഷ്വാലിറ്റി വരുമ്പോഴാണ് ക്രിയേറ്റ് നോക്കുമ്പോൾ 10-12 കാണും. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് വൃക്ക കംപ്ലീറ്റ് കേടായാൽ പോലും നമുക്ക് ജീവനാപത്തുണ്ടാവത്തില്ല. എന്തുകൊണ്ടാണ്? ഒരു ഡയാലിസിസ് എന്നുള്ളത് കൊണ്ട് വൃക്കയുടെ പ്രവർത്തനം ഏകദേശം 50% വിഷപദാർത്ഥങ്ങൾ മാറ്റുക, വെള്ളം മാറ്റുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഡയാലിസിന് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആളിന് ജീവൻ നിലനിർത്താൻ പറ്റും, ഒരു നിയർലി നോർമലായിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും, കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ചെറുപ്പക്കാരായ പേഷ്യൻ്റ്, അതായത് 60 വയസ്സിന് താഴെയുള്ള പേഷ്യൻസിന് ഡയാലിസിസ് ചികിത്സയെക്കാളും കൂടുതൽ പറയുന്നത് വൃക്ക മാറ്റിവെക്കലാണ്. കാരണം അവർക്ക് ജീവിതദൈർഘ്യം കൂടുതലാണല്ലോ, അവർക്ക് വൃക്ക മാറ്റിവെക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. വൃക്ക മാറ്റിവെക്കുന്നത് സർവ്വസാധാരണമായി നടക്കുന്ന കാര്യമാണ്. ഒരു 10 ലക്ഷത്തിൽ താഴെ മാത്രം ചിലവ് വരുന്ന ഒരു ഓപ്പറേഷനാണ്. വലിയ ജീവൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ രോഗിക്കൊന്നും വലിയ ജീവനാപത്തൊന്നും ഉണ്ടാവാത്തതാണ്. പല നല്ല ടെക്നോളജീസും പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് വൃക്ക മാറ്റിവെച്ച് കഴിഞ്ഞാൽ, വൃക്ക മാറ്റിവെക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെ വൃക്ക മാറ്റിവെക്കാൻ വേണ്ടി പലരും പറയുന്നത് വൃക്ക മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ വലിയ ഓപ്പറേഷനാണ്, ഹോസ്പിറ്റലിൽ 1 മാസം കിടക്കേണ്ടി വരും, പിന്നെ കുറേ പാടാണ്. അങ്ങനെയൊന്നുമല്ല. സാധാരണഗതിയിൽ വൃക്ക മാറ്റിവെക്കൽ ഓപ്പറേഷൻ 10 ദിവസമൊക്കെ ആശുപത്രി കിടക്കേണ്ടി വരത്തുള്ളൂ. പിന്നെ ഒരു 3 മാസം വലുതായിട്ട് പുറത്തൊന്നും പോകാൻ പാടില്ല, ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്നേ ഉള്ളൂ. 6 മാസം കഴിഞ്ഞാൽ ജോലിക്കെല്ലാം പോയി തുടങ്ങാം. വൃക്ക മാറ്റിവെക്കലിൻ്റെ ചിലവും നമുക്കൊരു 10 ലക്ഷത്തിൽ താഴേക്കാണ് മിക്ക ആശുപത്രികളിലും
ഇപ്പോൾ ആകുന്നത്. അതായത് ആദ്യത്തെ ചിലവ്, പിന്നെ മരുന്നുകൾ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് കഴിക്കേണ്ടി വരും. പിന്നെ കോംപ്ലിക്കേഷൻസിലുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളാണ്. സാധാരണ രീതിയിൽ പ്രശ്നമൊന്നും ഉണ്ടാവാതെ പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വളരെ നല്ല വിജയ സാധ്യതയാണ്. ഇതെല്ലാം സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം ഒരു 3 മരുന്ന് കഴിക്കണമെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നോർമൽ ലൈഫാണ്. കല്യാണം കഴിക്കാം, കുട്ടികളുണ്ടാവാം, ജോലി ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇങ്ങനെയാണ് വൃക്കരോഗം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു അവസാനമല്ല. അത് നമുക്ക് വരുന്ന മറ്റ് അസുഖങ്ങളെ പോലെ തന്നെ ഒരു അസുഖമാണ്. അതിന് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സയുണ്ട്. താമസിച്ച് കണ്ടുപിടിച്ചാൽ പോലും ജീവൻ നിർത്താൻ പറ്റും. അതിൽ പോലും നമുക്കൊരു ചികിത്സ എന്ന രീതിയിൽ വൃക്ക മാറ്റിവയ്ക്കൽ, റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്കുണ്ട്.